എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ കർണാടക സ്റ്റേറ്റിൽ മംഗലാപുരത്ത് നിന്ന് ഏകദേശം 75 കിലോമീറ്റർ അകലെ ധർമ്മസ്ഥല എന്ന സ്ഥലത്താണ്. ധർമ്മസ്ഥല ശ്രീ മഞ്ജുനാഥ ക്ഷേത്രം കാണാനാണ് പോകുന്നത്. ഇനി നമ്മൾ ധർമ്മസ്ഥലം മഞ്ജുനാഥ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത്. ആ കാണുന്നതാണ് മഞ്ജുനാഥ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടം. ആ കാണുന്നതാണ് കേട്ടോ മഞ്ജുനാഥ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടങ്ങൾ. ഇതിവിടെ ധർമ്മസ്ഥല ബസ് സ്റ്റാൻഡാണ്. ഈ കാണുന്നതാണ് ധർമ്മസ്ഥല ബസ് സ്റ്റാൻഡ്. ഇവിടെ വന്നിറങ്ങിയിട്ട് ഏകദേശം ഒരു കിലോമീറ്ററോളം ഇവിടെ നടക്കാനുണ്ട് മഞ്ജുനാഥ ക്ഷേത്രത്തിലേക്ക്, ധർമ്മസ്ഥല. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ബാഹുബലി പ്രതിമയൊക്കെയുള്ളൊരു സ്ഥലമുണ്ട്. ആദ്യം നമുക്ക് അവിടേക്ക് പോവാം. ഗേറ്റ് ഓഫ് ധർമ്മസ്ഥല ബിൽറ്റ് ബൈ ശ്രീ ഡി രത്നവർമ്മ ഹെഗ്ഡെ. 1966 ഇത് സ്ഥാപിച്ചിട്ടുള്ളത് കേട്ടോ. ബാഹുബലി സ്റ്റാച്ചു കാണാനായിട്ട് ഓട്ടോറിക്ഷയിലാണ് പോണത് കേട്ടോ. കാരണം ഒരുപാട് പടിക്കെട്ടുണ്ട്. അപ്പോൾ പടിക്കെട്ട് കയറാനായിട്ട് എന്നെ ഇവിടെ വയ്യ. അപ്പോൾ ഇവിടുന്ന് ഓട്ടോയിലാണ് പോണത് കേട്ടോ. ഇതാണ് ശരിക്കും നടന്നു പോണ വഴി. നടന്ന് ഒരുപാട് പടിക്കെട്ട് കയറണം. അപ്പോൾ നമ്മളിവിടുന്ന് ഇതങ്ങനെ ഓട്ടോറിക്ഷയിൽ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു കേട്ടോ. ബാഹുബലി പ്രതിമ കാണാനായിട്ട് ഞാനിവിടെ ബാഹുബലി പ്രതിമയുള്ള മലയുടെ മുകളിലെത്തി. താഴെ നിന്ന് കയറി വരികയാണെങ്കിൽ ഒരുപാട് പടിക്കെട്ടുകളുണ്ട്. പടിക്കെട്ടുകൾ കയറാൻ എനിക്ക് സാധ്യതയില്ലാത്തതുകൊണ്ട് ഞാൻ ഓട്ടോറിക്ഷയിൽ കയറി പോന്നു. ഓട്ടോറിക്ഷയിൽ കയറി പോന്ന് ഇനി നമുക്ക് ബാഹുബലി പ്രതിമ കാണാം. ആ വഴിക്കാണ് ആ കാറ് പോകുന്ന വഴിയുണ്ടോ, അവിടെ നിന്ന് ഇപ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് വന്നത് ഞാൻ. ഇവിടെ കാറുകളൊക്കെ പാർക്ക് ചെയ്യാനായിട്ടൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇവിടെ ചെരുപ്പ് ഉപയോഗിക്കാൻ പാടില്ല. ചെരുപ്പ് ഉപയോഗിച്ച് മുകളിലേക്ക് കയറാൻ പാടില്ല. താഴേന്ന് കയറി വരുന്ന പടിക്കെട്ടുകളാണ് ഈ കാണുന്നത് കേട്ടോ. അവിടെയാണ് ബാഹുബലി പ്രതിമ. എന്തായാലും ബാഹുബലി പ്രതിമയുടെ അടുത്തൊക്കെ പോയി കണ്ടിട്ട് വരാം അവിടെ എന്തൊക്കെയുള്ളതെന്നുള്ളത്. ഇവിടെ എന്തൊരു ചെറിയൊരു മണ്ഡപമൊക്കെ ഉണ്ട്. അവിടെ കുറേ ഫോട്ടോകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഈ ഇവിടെ കുറേ ഫോട്ടോകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് അവിടെ ഒരു കൊടിമരം മാതിരിയാണ് കേട്ടോ. ഇത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ഈ ബാഹുബലിയുടെ പ്രതിമ. അപ്പം ഞാനിപ്പോൾ എൻ്റെ ഈ ക്യാമറയ്ക്ക് കൂടി കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴേ ഇവിടെയുള്ള ആളുകൾ ആശ്ചര്യത്തോടുകൂടി ചോദിക്കുകയാണ് ഞാൻ എന്താണ് ചെയ്യണത്, ഫോട്ടോഗ്രാഫറാണോ പ്രസ്സാണോ
എന്താണെന്ന് അവർക്കൊരു പിടുത്തമില്ല. അപ്പം ഞാൻ യൂട്യൂബറാണെന്നൊക്കെ പറഞ്ഞു. രണ്ട് ആനക്കുട്ടികളുണ്ടാക്കി വെച്ചിട്ടുണ്ട് പഠിക്കുക തന്നെ കേട്ടോ. പിന്നെ അതവിടെ തേക്കിൻ്റെ ഒരു തൂണ്, അതും കൊള്ളാം. അതുപോലെ അതിൻ്റെ കരിങ്കല്ലൊരു സ്തൂപം, വലിയ സ്തൂപമാണ് കേട്ടോ, അതും കാണാൻ കൊള്ളാം. ഇനിയിപ്പം നമ്മൾ ഇതിൻ്റെ മുകളിൽ പോയിട്ടൊന്ന് കണ്ടിട്ട് വരാം. ബാഹുബലി പ്രതിമ. ബാഹുബലി പ്രതിമ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. വളരെ ഉയരത്തിലുള്ള ഒരു പ്രതിമയാണ് കേട്ടോ. നമുക്കിതിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. ഒന്ന് നമുക്ക് സൂമിലിട്ട് കാണാം. ഇനി നമുക്കിതിൻ്റെ ചുറ്റൊന്ന് പോയി നടന്നിട്ട് വരാം. എന്താണ് ഇതിൻ്റെ ചുറ്റുഭാഗത്ത് എന്താ ഉള്ളതെന്ന് നോക്കിയിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ നടക്കാം. താഴേക്ക് പടിക്കെട്ട് കൂടി ഇറങ്ങി പോകണോ അതോ ഓട്ടോറിക്ഷയ്ക്ക് തന്നെ പോകണോ നമുക്ക് തീരുമാനിക്കാം. അത് ഇതിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ നടന്ന് കാണാനുള്ളൊരു ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നാലും ഇവിടെ വന്ന് ഇതൊക്കെ കാണാൻ കഴിഞ്ഞത് വളരെ എന്താ പറയണേ, വളരെ നന്നായും തോന്നുന്നു. ഈ പ്രദേശത്തേക്കൊന്നും കടക്കാനായിട്ട് അനുവാദമില്ല കേട്ടോ. നോ എൻട്രി ബോർഡ് വെച്ചിട്ടുണ്ട്. ഇത് ഈ പ്രതിമയുടെ പുറകുവശമാണ് കേട്ടോ. നിങ്ങൾ ധർമ്മസ്ഥല സന്ദർശിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ മംഗലാപുരത്ത് വന്ന് അവിടുന്ന് പ്രീപെയ്ഡ് ഓട്ടോറിക്ഷയിൽ കയറി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ധർമ്മസ്ഥലയ്ക്ക് പോകുന്ന ബസ്സുകൾ കിട്ടും. KSRTC കിട്ടും, ഇത് കർണാടക സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടിൻ്റെ ബസ് കിട്ടും, പ്രൈവറ്റ് ബസ് കിട്ടും. അതിൽ കയറി ധർമ്മസ്ഥലയിൽ വരാം. അതുപോലെ തന്നെ ധർമ്മസ്ഥലയിൽ നിങ്ങൾ വരുന്നതിന് മുൻപ് ഇവിടെ നിങ്ങൾക്ക് താമസ സൗകര്യം കിട്ടണം എന്നുണ്ടെങ്കിൽ റൂം ബുക്ക് ചെയ്യണം. അത് നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റാവുന്നതാണ്. അത് ധർമ്മസ്ഥല ശ്രീക്ഷേത്ര അതിൻ്റെ സൈറ്റിൽ കയറി നമുക്ക് നമ്മുടെ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ, അതുപോലെ തന്നെ ആധാർ കാർഡൊക്കെ കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റൂം ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ താമസിക്കുന്നത് 400 രൂപയാണ്. സാകേത എന്ന് പറഞ്ഞ ആ കെട്ടിടത്തിലാണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. കയറി വന്നത് ഓട്ടോറിക്ഷയിലാണെങ്കിലും പോകുന്നത് നടന്നാണ് കേട്ടോ. ആ പടിക്കെട്ടുകൾ ഇറങ്ങി തിരിച്ചു പോകാനുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ ഇനി നമുക്ക് ക്ഷേത്രത്തിലുള്ള കാഴ്ചകൾ കാണാം. അപ്പം താഴത്തേക്ക് ഇറങ്ങട്ടെ. താഴത്തേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് കാണാം ബാക്കി കാഴ്ചകൾ. ഓക്കെ, ഇത് പടിക്കെട്ടുകൾ കയറി പോകുന്ന അവസാന ഭാഗമാണ് കേട്ടോ. ഇവിടെ നിന്നാണ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ചെന്ന് കഴിഞ്ഞാൽ ബാഹുബലി പ്രതിമ കാണാം. ഞാൻ ഓട്ടോറിക്ഷയ്ക്കാണ് കയറി പോകുന്നത്, നടക്കാൻ പറ്റാതെ ഇറങ്ങി പോകുമ്പോൾ ഞാൻ നടന്നാണ് പോണത്. അതിലിങ്ങനെ ഇറങ്ങി പോവാം. ഇവിടെ പെണ്ണുങ്ങളവിടെ കല്ലൊക്കെ അടക്കി വയ്ക്കുന്നുണ്ടോ? പെട്ടിയൊക്കെ തലയിൽ വന്നിട്ടാണ് പറയുന്നത്. ആ താഴെ എവിടെയെങ്കിലും വെച്ചാൽ പറയുന്നില്ലേ?
കയറി വരാനായിട്ട് അല്പം പാട് തന്നെയാണ് കേട്ടോ. കാരണം ഒരുപാട് പടിക്കെട്ടുകളുണ്ട്. ആരെങ്കിലുള്ളവർക്കൊക്കെ കയറി വരാം, അല്ലാത്തവർക്കൊക്കെ ഓട്ടോറിക്ഷയ്ക്കോ അല്ലെങ്കിൽ അപ്പുറത്തെ കൂടെ ഉള്ള റോഡുണ്ട്, ആ റോട്ടിൽ കൂടെ ഒക്കെ വേണമെങ്കിൽ നടന്നു പോകാം. അപ്പോൾ ഇത് നമുക്ക് പുറകിൽ ഇപ്പോൾ നമ്മൾ കയറി വരുന്ന ഭാഗം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിലാണ് നമ്മൾ മുകളിലേക്ക് കയറി വരുന്ന. താഴെ ഓട്ടോറിക്ഷയും കാറും ബസ്സും ബസ് സ്റ്റാൻഡും ഒക്കെ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ്. അവിടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകൾ കിടക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്താണ് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ്. ഇതാണ് ഗേറ്റ് വേ ഓഫ് ധർമ്മസ്ഥല. ധർമ്മസ്ഥലയുടെ ഗേറ്റാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നിലേക്ക് നമ്മൾ തിരിച്ചിറങ്ങി. അപ്പോൾ ഇനി ഇവിടുന്ന് അതൊക്കെ അങ്ങ് നടക്കാം. കുറച്ചുണ്ട് കേട്ടോ നടക്കാനായിട്ട്. നമ്മൾ ഇറങ്ങി വന്ന സ്ഥലമാണ് കേട്ടത്. അവിടെ നിന്നാണ് ഇറങ്ങി വന്നത്. അപ്പോൾ ഇനി ഇവിടുന്ന് നേരെ അവിടെ ലാസ്റ്റിൽ ഒരു ചുവന്ന നിറത്തിലൊരു കെട്ടിടം കാണാം. ആ കാറുകൾ കിടക്കണതിൻ്റെ ഇടയിൽ അതാണ് ധർമ്മസ്ഥല ശ്രീ മഞ്ജുനാഥസ്വാമി ക്ഷേത്രം. അവിടുത്തെ ടാക്സികൾ കിടക്കുന്നുണ്ടോ, കാറുകൾ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റോഡിൻ്റെ നടുവിലായിട്ട് ഒരു വലിയൊരു മണി കെട്ടി തൂക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ രാവിലെ ആയ കാരണം പിക്ചറൊക്കെ വളരെ നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നണത്. ഇത് ഈ കാണുന്ന കെട്ടിടം ഉണ്ടല്ലോ, ഇത് ദേവസ്വം വക ഒരു റെസ്റ്റ് ഹൗസാണ്, ഗസ്റ്റ് ഹൗസാണ്. ഇവിടെ റോഡിൻ്റെ നടുവിൽ തന്നെ ഒരു വലിയ മണി കെട്ടി തൂക്കിയിട്ടുണ്ട്. ഇതാണ് അന്നപ്പസ്വാമി ബെട്ട എന്ന് പറയുന്ന ഒരു ക്ഷേത്രമാണ്. ഇവിടേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമില്ല കേട്ടോ. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കൊന്നും പ്രവേശനമില്ല, പുരുഷന്മാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ഇതിൻ്റെ മുകളിൽ കൂടിയാണ് കുറച്ച് കയറി ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലൊരു ക്ഷേത്രമുണ്ട്. ഞാൻ ഇന്നലെ കയറിയതാണ്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് വീഡിയോ എടുക്കാനുള്ള അനുമതിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു കേട്ടോ. ഗോദാവരി എന്ന് പറഞ്ഞ റെസ്റ്റ് ഹൗസാണത്. ഇവിടെയൊക്കെ വളരെ തുച്ഛമായ കാശ് കൊടുത്താൽ മതി ഇവിടെ താമസിക്കാനായിട്ട്. അത് ഓൺലൈനായിട്ടും കിട്ടും, അല്ലാതെയും കിട്ടും. പിന്നെ അവിടെ കാവേരി എന്ന് പറഞ്ഞ റെസ്റ്റ് ഹൗസാണ് ആ കാണുന്നത്. പിന്നെ ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുള്ള ഈ റോഡിൽ ഒരു ശിവൻ്റെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ശിവൻ്റെ പ്രതിമ നന്ദിയോടൊപ്പം, ഒരു കാളയോടൊപ്പം ശിവൻ്റെ പ്രതിമ, അതും കൂടി നമുക്ക് കാണാം. ഇതാണ് ശിവൻ്റെ പ്രതിമ, ശിവനും നന്ദിയും കൂടിയിട്ടുള്ളത്. അതും കാണാൻ നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഈ എൻക്വയറി ഓഫീസ് കണ്ടോ, ഈ എൻക്വയറി ഓഫീസിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ലഗേജ് റൂമുണ്ട്. അവിടെ ലഗേജ് റൂം കാണാം. അവിടെ കൊണ്ടുപോയിട്ട് വേണമെങ്കിൽ നമ്മുടെ ലഗേജൊക്കെ നമുക്ക് സൗജന്യമായിട്ട് നമുക്ക് നമ്മുടെ ലഗേജ് വയ്ക്കാം. ഇതെവിടെയാണ് ലഗേജ് വയ്ക്കണ സ്ഥലം. അവിടെ ലഗേജ് വെച്ച് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ലഗേജ് കൊടുക്കാം. അവിടെ ഇതിലും വേണമെങ്കിൽ നമുക്ക് ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് എത്താൻ കഴിയും കേട്ടോ. അതിലല്ലേ പോകുന്നത്, ഞാനിപ്പോൾ പോകുന്നത് ഇതിലാണ്. ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തേക്ക് എത്തും. അവിടുത്തെ ബോർഡ് കണ്ടോ, ഈ ബോർഡിൽ എഴുതിയിരിക്കുന്നത് ഹുബ്ലിയിലേക്ക് പോകാം, ബംഗളൂരു കുക്കെ സുബ്രഹ്മണ്യ. ഞാനിനി ഇവിടുന്ന് തിരിച്ച് പോകണത് കുക്കെ സുബ്രഹ്മണ്യയിലേക്കാണ് കേട്ടോ. അതിവിടുത്തെ വീഡിയോ റെക്കോർഡിങ് കഴിഞ്ഞതിന് ശേഷമാണ് പോകുന്നുള്ളൂ. ഇതിൽ നേരെയുണ്ട് പോയി കഴിഞ്ഞെങ്കിൽ ക്ഷേത്രത്തിൻ്റെ നടുവിലേക്കല്ല, ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് എത്താം. ഭക്ഷണശാലകളും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം കുടിക്കാൻ വെള്ളം, ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് കിട്ടും. പിന്നെ തന്നെയല്ല, ക്ഷേത്രത്തിൽ നിന്ന് സൗജന്യമായിട്ട് 2 നേരം ഭക്ഷണം കിട്ടും. ഉച്ചയ്ക്കും കിട്ടും, രാത്രിയും കിട്ടും. ഞാൻ ക്ഷേത്രത്തിൽ ദർശനമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ.
അവിടെ നിന്ന് ഞാൻ ഇന്നലെ വന്ന് ക്ഷേത്ര ദർശനം കഴിഞ്ഞു. ഉച്ചയ്ക്കും ഭക്ഷണം കഴിച്ചു. ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്കാണ് അവിടെ എത്തിയത്. ക്ഷേത്ര ദർശനം കഴിഞ്ഞു, ഭക്ഷണം കഴിച്ചു. ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ചു. സാകേത എന്ന റെസ്റ്റ് ഹൗസിലാണ് ഞാൻ റൂം എടുത്തിട്ടുള്ളത്. അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ റൂം വെക്കറ്റ് ചെയ്ത് കുക്കെ സുബ്രഹ്മണ്യക്ക് പോകും. ഇവിടെ നിന്ന് ഇങ്ങനെ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാലേ ഇവിടെ മഞ്ജുഷ മ്യൂസിയം ഉണ്ട്. കാർ മ്യൂസിയം അല്ല കേട്ടോ. അവിടത്തെയാണ് ഈ തലം മുട്ടടിക്കുന്ന സ്ഥലം. അവിടെയാണ് മഞ്ജുഷ മ്യൂസിയം. അവിടെയാണ് മ്യൂസിയം എന്ന് പറഞ്ഞാൽ പഴയകാല രാജഭരണ കാലത്തുള്ള സാധനങ്ങളൊക്കെയാണ് അവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുള്ളത്. കാർ മ്യൂസിയം കുറച്ചും കൂടി അങ്ങോട്ട് പോകണം. സാകേത ഞാൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തായിട്ടാണ് മഞ്ജുഷ കാർ മ്യൂസിയം ഉള്ളത്. ഇവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. നേത്രാവതി, സാകേത, ഗംഗോത്രി, വൈശാലി, ഷരാവതി. അതൊക്കെ ഇവിടുത്തെ ഓരോരോ ഗസ്റ്റ് ഹൗസുകളാണ്. ക്ഷേത്രം വക ഗസ്റ്റ് ഹൗസുകളാണ്. അത് നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഇവിടെ താമസ സൗകര്യം കിട്ടാനായിട്ട്. ഓൺലൈനിൽ ഇല്ലെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ. ഇവിടെ നിന്ന് വലത്തോട്ട് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തേക്കാണ് കേട്ടോ. ഇതാണ് ക്ഷേത്രത്തിൻ്റെ മുൻവശം കേട്ടോ. ഇതാണ് ക്ഷേത്രത്തിൻ്റെ മുൻവശം. ശ്രീ മഞ്ജുനാഥ ധർമ്മസ്ഥല ശ്രീ മഞ്ജുനാഥ ക്ഷേത്രമാണ് ഈ കാണുന്നത് കേട്ടോ. മഞ്ജുനാഥ ക്ഷേത്രം. കാലത്ത് 6:30ക്ക് ക്ഷേത്രം തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2:30ക്ക് ക്ലോസ് ചെയ്യും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും 5:30ക്കാണ് പിന്നെ തുറക്കുള്ളൂ കേട്ടോ. 5:30 തൊട്ട് 9 മണി വരെ. ഇതാണ് ക്ഷേത്രത്തിൻ്റെ മുൻവശം. ആ വലിയ മണി കെട്ടിയ അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ട് വരുന്നതാണ്. അവിടെയാണ് ഇതിൻ്റെ ക്യൂ, ഉള്ളിലേക്ക് കയറാനുള്ള ക്യൂ. ഏകദേശം കേരളത്തിലെ വാസ്തുകല മാതിരിയാണ് കേട്ടോ ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി പുറമെ നിന്ന് കാണുമ്പോൾ. അവിടെ വിശ്രമിക്കാനുള്ള സ്ഥലമാണ്. അവിടെ ആളുകൾ വിശ്രമിക്കണം കേട്ടോ. അതിനുള്ളിൽ കുറേ നേരം ഇരുന്ന് വിശ്രമിക്കാം. ഇവിടെ തുലാഭാര കൗണ്ടർ, തുലാഭാരം. പിന്നെ അവിടെ ക്യൂവിലേക്കുള്ള ദർശനമുള്ള ക്യൂ. ഇതിലെയാണ് ദർശനത്തിനുള്ള ക്യൂ. ഇവിടെ ചെരുപ്പ് സൂക്ഷിക്കുന്ന സ്ഥലം. ചെരുപ്പ് സൂക്ഷിക്കാനായിട്ട് 2 രൂപയാണ് ഒരു ജോഡിക്ക് കൊടുക്കണം. ഇത് പണം കൊടുത്ത് ദർശനത്തിന് പോകുന്ന സ്ഥലം കേട്ടോ. 200 രൂപയാണ് ഒരാൾക്ക്. ഇതിൽ പോയി കഴിഞ്ഞാൽ വേഗം ദർശനം നടത്താമെന്നുള്ളത്. 200 രൂപ ഒരാൾക്ക്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് രണ്ടാമത്തെ ക്യൂ, ദർശനമുള്ള ക്യൂ ആണിത്. അത് ഫ്രീ ആണ്. ഇതിൽ കയറി അതിൻ്റെ പ്രത്യേകിച്ച് ക്യാഷൊന്നും വേണ്ട. ഇതിൽ പോയാൽ ഫ്രീ ദർശനം.
പിന്നെ ഇവിടുന്ന് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ ഈ മൂന്നാമത്തെ വേ ടു ഡൈനിങ് ഹാൾ. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തേക്ക് എത്താം. ഇവിടെ നിന്ന് അകലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു 2 വഴിക്ക് വരാം. അതിൻ്റെ ഗേറ്റ് വേ ആണ് അറ്റത്ത് കാണുന്നത്. അതിൽ അന്നദാനത്തിന് പോകുന്ന സ്ഥലമാണ്. വേ ടു അന്നപൂർണ ഡൈനിങ് ഹാൾ. ഇതിൽ പോയാൽ ക്യൂവിലേക്കും പോവാം, ഭക്ഷണം കഴിക്കാനുള്ള അതിലേക്ക് എത്തും. ഇത് ക്ഷേത്രത്തിലേക്ക് വരുന്ന 2ാമത്തെ വഴി. ഞാൻ ആദ്യം കാണിച്ചെന്ന വഴിയാണ്, അസൂം ചെയ്ത് കാണിച്ചെന്ന വഴിയാണ്. അപ്പോൾ ഞാൻ തിരിച്ചപ്പോൾ ഇതിലെ ലഗേജ് വെക്കുന്നതും അതുപോലെ തന്നെ ക്യൂ കോംപ്ലക്സിലേക്ക് പോകുന്ന വഴിയും അതൊക്കെയാണ് കാണിച്ചത്. ഇവിടെയൊക്കെ ആളുകൾ ഇരുന്ന് വിശ്രമിക്കുന്നുണ്ടോ, വിശ്രമിക്കാനൊക്കെ പറ്റിയ സ്ഥലങ്ങളുണ്ട്. ഇവിടെ നിന്ന് ക്ഷേത്രം കാണാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അവിടെ ഗേറ്റിൻ്റെ അവിടെ ഗണപതിയുടെ ഒരു ശില്പമൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്കവിടെ കടന്ന് പുറത്തേക്ക് കടക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പുറത്തേക്ക് പോയി അവിടെ മ്യൂസിയം, അവിടെ പോയി വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല, പുറത്തൊന്ന് കാണാം. ದೇವಸ್ಥಾನ ವಠಾರದಲ್ಲಿ ಹಲವಾರು ಮಾತುಕತೆ ಹೇಳಿಕೊಳ್ಳುತ್ತಿದ್ದೇವೆ. ಸ್ಪಷ್ಟ ಕಡೆಗೆ ಭಕ್ತಾದಿಗಳು ಹೆಚ್ಚಿನ ಗಮನವನ್ನು ಹರಿಸಬೇಕಾಗಿರುವಂತೆ രാജകീയ പ്രൗഢിയോട് കൂടിയിട്ടുള്ള ക്ഷേത്രമാണ് കേട്ടോ. രാജകീയ പ്രൗഢി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ജോലിക്കാരും അവരൊക്കെ തലപ്പാവൊക്കെ ധരിച്ച് നിൽക്കണതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മനോഹരമായ കാഴ്ചയാണ്. അപ്പം ഇനി ഇവിടുന്ന് തിരിച്ച് ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ. ഞാൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്താണ് മഞ്ജുഷ മ്യൂസിയം ഉള്ളത്, ഹാർ മ്യൂസിയം. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം. അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. ആ പാർക്കൊക്കെ ഒന്ന് കാണാം നമുക്ക്. ഇന്നലെ ഞാൻ വന്നപ്പോൾ വൈകിട്ട് ഇത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ടെന്ന് ഇത്
അക്വേറിയം ആണെന്നാണ് തോന്നണത്. ആ ചെറിയൊരു കുളം, ഇതിൽ കുറേ മീനുകളുണ്ട്. ആമ. നല്ല വലിയ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് പതുക്കെ പുറത്തേക്ക് നടക്കാം. പാർക്കിൻ്റെ ഉള്ളിലേക്ക് നടക്കണമെന്നതിന് കുറച്ചുണ്ട് കേട്ടോ. നമുക്ക് ഇവിടുന്ന് അവിടെ തിരിച്ചിതിലാണ്ട് പോവാം. ഇതൊക്കെ നല്ല തണുപ്പുണ്ട് കേട്ടോ. കുറച്ച് നേരം മഴയാണെങ്കിലൊക്കെ ഇരുന്നൊന്ന് വിശ്രമിക്കാനൊക്കെ പറ്റിയ സ്ഥലങ്ങളാണ്. പഴയകാല തുടി വെച്ചിട്ടുള്ള കിണർ വെള്ളം കോരാനായിട്ട്. ഇതൊക്കെ വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ചെങ്കല്ല് കൊണ്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇവിടുന്ന് അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് നടന്ന് പുറത്തേക്ക് കിടക്കാം. പുറത്തേക്ക് കടന്നിട്ട് ഞാൻ താമസിക്കുന്ന സ്ഥലം, അതുപോലെ മഞ്ജുഷ മ്യൂസിയം, കാർ മ്യൂസിയം, അതൊക്കെ ഒന്ന് കാണാം. കണ്ടിട്ട് ഉടനെ തന്നെ റൂം വെക്കറ്റ് ചെയ്ത് വന്ന് പോവാം. അപ്പോൾ നമ്മളവിടെ നിന്ന് ആ പാർക്കിൻ്റെ ഉള്ളിലൊക്കെ പോയി തിരിച്ച് നമ്മൾ പുറത്തേക്ക് കിടക്കണം. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് കേട്ടോ. നമ്മൾ പുറത്തേക്ക് കിടക്കുക. ഈ ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് തന്നെയാണ് കേട്ടോ ഈ പാർക്കുള്ളത്. അവിടെ ഒരു ടവർ ക്ലോക്ക് ഉണ്ടോ, HMT കമ്പനിയുടെ ടവർ ക്ലോക്ക്. അപ്പം ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ റൂമിലേക്കാണ് നടക്കണത് കേട്ടോ. അകലെ നിന്ന് ഈ ക്ഷേത്രം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതാണ് വസന്ത് മഹൽ. ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെയാണ് നടന്നു പോയാലാണ് ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തുള്ളൂ. സാഗേത. ഇവിടെ കാപ്പിക്കടകളും ഒക്കെ ധാരാളം ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ഗാർഡനൊക്കെ ഉണ്ട്. ഇതിലേ അങ്ങോട്ട് നടക്കാം. ഇതിലേ അങ്ങോട്ട് കുറച്ച് നടന്നിട്ട് വേണം അവിടേക്ക് എത്താനായിട്ട്. ഇവിടുന്ന് ഏകദേശം ഒരു 3/4 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക്. കണ്ടോ, ചെറിയ ഉയരം കുറഞ്ഞ കാളേനെ കൊണ്ട് വലിച്ചു പോണതുണ്ടോ.
ഇവിടെ കുറച്ചും കൂടിയാണ് നടക്കാനുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഒരു കാർ പാർക്കിംഗ് ആണ്. ഇവിടെ പ്രൈവറ്റ് കാറുകളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. അത് നേത്രാവതി ഗസ്റ്റ് ഹൗസാണ്. ഇതാണ് നേത്രാവതി റെസ്റ്റ് ഹൗസ്. ഇവിടെ തൃപ്തി ചാട്ട്, തൃപ്തി ഉപഹാർ ഗൃഹ എന്നിവിടെയുള്ളൊരു ചെറിയൊരു ഹോട്ടലോ എന്തൊക്കെയാണ് കേട്ടോ. തൃപ്തി ജ്യൂസ്. തൃപ്തി റെസ്റ്റോറൻറ്റ്. ഇവിടുന്ന് കുറച്ചും കൂടി നടക്കാനുണ്ട് കേട്ടോ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക്. ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്ര എന്നുണ്ടെങ്കിൽ ഇനിയും കുറച്ചും കൂടി ഇവിടുന്ന് നടക്കാനുണ്ട്. ഇവിടെയുണ്ട് ഒരു റെസ്റ്റ് ഹൗസ്, വൈശാലി എന്നാണ് പേര് കേട്ടോ. വൈശാലി റെസ്റ്റ് ഹൗസ്. അല്ലാതെ അവിടെ അത് കടകളൊക്കെ ജ്യൂസ് ചാട്സ്, സ്വാതി ജ്യൂസ് ചാട്സ്. അവിടെ ഗോശാലയാണ് കണ്ടത്. ആ പോകുമ്പോഴേക്ക് അവിടെ പശുക്കളൊക്കെ കെട്ടിയേക്കുന്നത് കാണാൻ പറ്റും. ഇത് വൈശാലി റെസ്റ്റ് ഹൗസ്. വൈശാലി വൈശാലി. ഇവിടെ തന്നെ റൈറ്റിലേക്ക് വേണം നമുക്ക് പോകാനായിട്ട്. റൈറ്റിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാഗേത്ത, അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. ഇത് ഷറാവതി റെസ്റ്റ് ഹൗസ്. ഷറാവതി. ഇതിലാണ് മഞ്ജുഷ കാർ മ്യൂസിയത്തിലേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞത്. അവിടെ എഴുതി വെച്ചാൽ മതി. ഏതായാലും നമുക്ക് ഇതിലൊന്ന് പോയി നോക്കാം. മഞ്ജുഷ കാർ മ്യൂസിയം കാണാം. അതാണ് മഞ്ജുഷ കാർ മ്യൂസിയം. അവിടുത്തെ കാർ മ്യൂസിയമാണ് കേട്ടോ. മഞ്ജുഷ കാർ മ്യൂസിയം. അങ്ങനെ മഞ്ജുഷ കാർ മ്യൂസിയം കണ്ടു. പുറകിൽ കാണുന്നത് മഞ്ജുഷ കാർ മ്യൂസിയമാണ് കേട്ടോ. അതിനുള്ളിൽ പോയിട്ട് വീഡിയോ എടുക്കാനുള്ള അനുമതിയൊന്നുമില്ല. അതിൻ്റെ പുറത്ത് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ കാണാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ മഞ്ജുഷ കാർ മ്യൂസിയത്തിലെ കാഴ്ചകളൊക്കെ ഏകദേശം കണ്ടു. പലതരം കാറുകളുണ്ട് കേട്ടോ. പലതരം കാറുകൾ നടന്നിട്ടുണ്ട് ഈ ലോകത്ത്. നമ്മൾ ഇതുവരെ കാണാത്ത തരം കാറുകൾ അതിൻ്റെ ഉള്ളിലുണ്ട്. കാറുകൾ, ബൈക്കുകൾ, പഴയകാല ബൈക്കുകൾ, മോപ്പഡുകൾ, ഒരുപാട് വാഹനങ്ങളുണ്ട്. അതൊക്കെ കാണേണ്ടത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ റൂമിലേക്ക് പോകണം കേട്ടോ. സാക്കേത്ത റൂമിൻ്റെ അടുത്ത് പോയിട്ട് റൂമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് റൂം വെക്കേറ്റ് ചെയ്ത് നമുക്ക് പോകാം. ഇതാ കാണുന്നതാണ് ഷറാവതി റെസ്റ്റ് ഹൗസ് കേട്ടോ. ഷറാവതി റെസ്റ്റ് ഹൗസ് എന്നാണ് അതിൻ്റെ പേര്. ഇവിടെയൊക്കെ വളരെ തുച്ഛമായ ക്യാഷാണ് ഉള്ളതെന്നാണ്. റെൻ്റൊക്കെ വളരെ കുറവാണെന്ന് എനിക്കാണ് തോന്നുന്നത് കേട്ടോ. ഓൺലൈനിൽ ഓട്ടോറിക്ഷയൊക്കെ എപ്പോഴും ഉണ്ട്. ഓട്ടോറിക്ഷയ്ക്കൊക്കെ മിനിമം 50 രൂപയാണ്. ഹോട്ടൽ അക്ഷയ. ഇവിടെ നിന്ന് ഈ കയറ്റുണ്ടല്ലോ, ഈ കയറ്റാണ്ട് കയറിയിട്ട് വേണം സാഗേതയിലേക്ക് എത്താനായിട്ട്. അപ്പം നിങ്ങൾ റൂം ബുക്ക് ചെയ്യുമ്പോൾ ഇപ്പോഴും ശ്രദ്ധിച്ചോളൂ. ക്ഷേത്രത്തിന് അടുത്തുള്ള റെസ്റ്റ് ഹൗസുകൾ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് നടക്കേണ്ടി വരും.
ഇവിടെ നിന്ന് ഇതാ കാണുന്നതാണ് സാക്കേത എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. ഏകദേശം ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ കഷ്ടിയുണ്ട് ഈ സ്ഥലത്തേക്ക്. ക്ഷേത്രത്തിൽ നിന്നാണെങ്കിൽ ഏകദേശം ഒരു 700 മീറ്റർ. ഇവിടെ ധർമ്മസ്ഥല ശ്രീ ക്ഷേത്ര വക ഒരു ഹെൽത്ത് സെൻ്ററൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയൊരു ആശുപത്രിയൊക്കെ ഉണ്ട്. ഇതാണ് ആശുപത്രി. ഈ കാണുന്നതാണ് ആശുപത്രി. ഗംഗോത്രി റെസ്റ്റ് ഹൗസിലേക്ക് പോകുന്ന വഴിയാണിത്. ഇതാണ് സാകേതയിലേക്ക്. ഇതാണ് സാകേത. ഭയങ്കര കയറ്റാട്ടോ. ഈ കയറ്റം കയറിയിട്ട് വേണം മുകളിലേക്ക് എത്താനായിട്ട്. ഈ കാണുന്നതാണ് കേട്ടോ സാകേത. സാകേത എന്നാണ് ഈ റെസ്റ്റ് ഹൗസിൻ്റെ പേര്. ഇതിൻ്റെ പടിക്ക് ഓട്ടോറിക്ഷ കിട്ടും കേട്ടോ. വാഹനങ്ങൾ പാർക്ക് ചെയ്യാനൊക്കെ സ്ഥലമുണ്ട്. അതല്ല ടോയ്ലറ്റ് ഉണ്ട്, കുളിക്കാനും ഒക്കെ നല്ല സ്ഥലങ്ങളുണ്ട്. കാർ പാർക്കിംഗ് ഉണ്ട്. ഇഷ്ടം പോലെ വണ്ടികൾ പാർക്ക് ചെയ്യാം. ഇനി ഞാനിവിടെ നിന്ന് റൂം കയറ്റി ചെയ്തിട്ട് ഇനി ഓട്ടോറിക്ഷയ്ക്ക് പോകുള്ളൂ സ്റ്റാൻഡിലേക്ക്. ഇതാണ് സാകേതയുടെ ഉള്ളിലേക്ക് പോകുന്ന വഴി കേട്ടോ. അവിടെയാണ് റൂം സെറ്റപ്പ് ആക്കുന്ന സ്ഥലം. ചായ കാപ്പി കൊടുന്ന് കിട്ടും. ഇവിടെ നിന്ന് നേരെ ഇതിലാണ് ഞാൻ റൂം എടുത്തിട്ടുള്ളത്. 152ാമത്തെ റൂം. ലൈറ്റില്ല കേട്ടോ. ഇതിനുള്ളിൽ ലൈറ്റില്ല. ഇതാണ് ഞാൻ താമസിക്കുന്ന റൂം കേട്ടോ. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ മൊത്തം 4 പേർക്ക് കിടക്കാം. ഇവിടെ 2 പേർക്ക് കിടക്കാം. നല്ലൊരു ചെയറുണ്ട്, ടീപ്പോയി ഉണ്ട്. പിന്നെ ഇവിടെ കിടക്കാം. ഇവിടെ വേണമെങ്കിൽ ഒരാൾക്ക് കിടക്കാം. ബാത്റൂം, ടോയ്ലറ്റ്, ചൂടുവെള്ളം കിട്ടും. അപ്പോൾ ധർമ്മസ്ഥലം മഞ്ജുനാഥ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങണം. ഇവിടെ ദർശനമൊക്കെ കഴിഞ്ഞ് റൂം വെക്കേറ്റ് ചെയ്തു. ഞാൻ ഓൺലൈനായിട്ടാണ് റൂം ബുക്ക് ചെയ്തത്. 400 രൂപയാണ് റൂമിന് ചാർജ്. 100 രൂപ ബുക്കിംഗ് ചാർജ്. പിന്നെ നമ്മളിവിടെ റൂം എടുക്കാൻ വരുന്ന സമയത്ത് 100 രൂപയും കൂടി സെക്യൂരിറ്റി ചാർജ് കൊടുക്കണം. അത് നമുക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ സാകേതയിൽ നിന്ന് ധർമ്മസ്ഥലയിൽ നിന്നും ഞാൻ തിരിച്ച് പോവുകയാണ്. ഇനി കുക്കെ സുബ്രഹ്മണ്യ അവിടേക്കാണ്. ഏകദേശം ഇപ്പോൾ സമയം ഒരു 10-11 മണിയായിട്ടുണ്ട്. തിരിച്ച് നടക്കണം. ഓട്ടോറിക്ഷയൊന്നും ഇല്ല ഇവിടെ. അപ്പോൾ അതൊക്കെയാണ് നടക്കാം. ഓക്കെ. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും ധർമ്മസ്ഥല ശ്രീ മഞ്ജുനാഥൻ്റെ പേരിലും എൻ്റെ പേരിലും നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സജീവൻ സൈനിങ് ഔട്ട്.